ഇന്ന് മാഘമാസത്തിലെ സപ്തമി രഥസപ്തമി എന്ന് പറയും. സൂര്യഭഗവാന്റെ ജന്മദിനമായിട്ട് ആഘോഷിച്ചു പോരുന്നു. പണ്ടുകാലത്ത് ജന്മദിനങ്ങളെല്ലാം തിഥി അനുസരിച്ചായിരുന്നു ആഘോഷിച്ചിരുന്നത്. ആ തിഥിയെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. പുരാണങ്ങൾ അനുസരിച്ച് സൂര്യഭഗവാന്റെ അച്ഛനമ്മമാർ കശ്യപ മഹർഷിയും അതിഥി ദേവിയുമായിരുന്നു. കംബോജ സാമ്രാജ്യത്തിലെ യശോവർമ്മ മഹാരാജാവിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരുപാട് വഴിപാടുകളൊക്കെ കഴിച്ചു ഒരു മോനുണ്ടായി. പക്ഷേ അതിന് ആരോഗ്യമില്ലായിരുന്നു. ഒരു ദിവസം രാജസഭ സന്ദർശിച്ച ഒരു മഹർഷി രഥസപ്തമി പൂജ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു ആ കുഞ്ഞിനെയും കൊണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളെല്ലാം തീർത്തുകൊണ്ട് ഈ ജന്മത്തിൽ സുഖമായിട്ടിരിക്കാനായിരുന്നത്രേ രഥസപ്തമി ആഘോഷിക്കാനായിട്ട് പറഞ്ഞത്. പ്രകാരം തന്നെ ചക്രവർത്തി രഥസപ്തമി പൂജയിൽ പുത്രനെ പങ്കെടുപ്പിച്ചു. അതോടെ ആ പുത്രന്റെ അസുഖങ്ങളെല്ലാം മാറി പൂർണ്ണ ആരോഗ്യവാനായി. ഇതുപോലെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, ഒരുപാട് സൂര്യദേവന്റെ ക്ഷേത്രങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ ക്ഷേത്രത്തിലും ഈ നവഗ്രഹങ്ങളുടെ ഒപ്പം സൂര്യദേവനുമുണ്ട്. അപ്പോൾ നമ്മൾ നവഗ്രഹങ്ങളുടെ അതുകൊണ്ട് ആ പൂജയൊക്കെ നടത്തുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഒരിക്കലും വീട്ടിൽ വെച്ച് നടത്തുന്ന പൂജയല്ല, അമ്പലങ്ങളിൽ നടത്തുന്ന പൂജയാണ് നല്ലത് എപ്പോഴും. ഒരു ഭഗവാനും നമ്മളോട് കടം മേടിച്ച് പൂജ ചെയ്യാൻ പറയുകയില്ല. നമ്മളുടെ ഉള്ള അതനുസരിച്ച് പൂജ ചെയ്യുക, അങ്ങനെയുള്ളൂ. അല്ലാതെ ഒരുപാട് പണമൊക്കെ ചിലവാക്കി നടത്തിയ ഒരു പൂജയ്ക്ക് ഞാൻ ഇന്നുവരെ ഫലം കണ്ടിട്ടില്ല. നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുടുംബം തന്നെ നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോയ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടില്ലേ. അതിന് പൂജയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരും പറയുന്നില്ല നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അമ്പലത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, പോവുകയാണെങ്കിൽ വൃത്തിയും ശുദ്ധിയുമായിട്ട് തന്നെ പോകണം. അതുപോലെ തന്നെയാണ് പൂജയുടെയും കാര്യം. അത്യാഗ്രഹമൊക്കെ പിടിച്ച് പൂജയൊക്കെ നടത്തിയാൽ ചിലപ്പോൾ കുടുംബം തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുംഭമേളയിലാണെങ്കിൽ ഈ രഥസപ്തമി ദിവസം ഭയങ്കര ആഘോഷമായിട്ട് സ്നാനമൊക്കെ ചെയ്തു ഒരുപാട് സന്യാസിമാരൊക്കെ വന്ന് ഈ സന്യാസിമാരൊക്കെ വളരെ നല്ലതുപോലെ ഡാൻസ് ഒക്കെ കളിക്കുന്നത് കാണാം. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. വിശേഷപ്പെട്ട ഉത്സവങ്ങൾ നടന്ന അമ്പലം തിരുമലയിലാണ്. തിരുമലയിൽ ഇന്ന് ഉത്സവമാണ്, അതിനെക്കുറിച്ച് വീഡിയോ വേറെ ഇടാം. ഇപ്പോൾ ഇന്ന് ഇത് രഥസപ്തമി ദിവസം നടന്ന ആഘോഷമാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കലാകാരന്മാരൊക്കെ അവരുടെ ഒരു നേർച്ച പോലെ ഇവിടെ അവരുടെ വൈഭവമൊക്കെ കാണിക്കാറുണ്ട്. നാദസ്വരം അങ്ങനെ വാദ്യം ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, നൃത്തം ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാം അവർ സ്വയം എല്ലാം മുടക്കിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. തിരുമേലയിലെ ഉത്സവങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രത്യേക തരത്തിലുള്ള വഴിപാടുകളെക്കുറിച്ചും ഒക്കെ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു, അതിപ്പോൾ കാണാനില്ല. അതുകൊണ്ട് വീണ്ടും ഇടുന്നതായിരിക്കും. ചിലർ വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ട് സൂര്യഭഗവാനെ പറയാറുണ്ട്. ചിലരാണെങ്കിൽ മഹാദേവന്റെ വലം കണ്ണ് സൂര്യദേവനും ഇടം കണ്ണ് ചന്ദ്രദേവനുമാണെന്ന് പറയാറുണ്ട്. എങ്ങനെയായാലും നമുക്ക് കാണപ്പെട്ട ദൈവം തന്നെയാണ് സൂര്യഭഗവാൻ. എരിക്കിൻ്റെ ഇലയാണ് കൂടുതലും ഇന്നത്തെ ദിവസത്തെ പൂജകൾക്കൊക്കെ ഉപയോഗിക്കാറ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം ചെയ്യാമല്ലോ, അതുകൊണ്ടാണ്. പ്രധാന നൈവേദ്യമായിട്ട് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഞായറാഴ്ച ദിവസം ഭഗവാന് പായസമൊക്കെ ഉണ്ടാക്കി വെക്കുകയും പിന്നെ ഈ ഗോതമ്പിൻ്റെ ചപ്പാത്തിയൊക്കെ പശുക്കൾക്കൊക്കെ കൊടുക്കുന്നതുമൊക്കെ നമ്മുടെ പൂർവികർ ചെയ്ത എന്തെങ്കിലുമൊക്കെ പാപങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ്. അതിനെക്കുറിച്ചൊക്കെ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് എല്ലാ ഐശ്വര്യങ്ങൾക്കും നല്ലതാണ്. ആദിത്യ ഹൃദയം പറഞ്ഞല്ലോ, അസുഖങ്ങളൊക്കെ മാറാൻ നല്ലതാണ്. ശ്രീകാകുളത്തുള്ള സൂര്യക്ഷേത്രത്തിൽ, നെല്ലൂരുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ ശ്രീകാളഹസ്തിയിലും നല്ല ഉത്സവം നടക്കുന്നത് ടി വിയിൽ കണ്ടു, പക്ഷേ നെറ്റിലെങ്ങും കണ്ടില്ല. അതുപോലെ തിരുമലയിലെ ബ്രഹ്മോത്സവങ്ങളും അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിൽ ഇന്നത്തെ ദിവസം ഉത്സവം നടക്കുന്നുണ്ട്. മൈസൂരിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഉത്സവം തന്നെയാണ്. സൂര്യദേവന്റെ രഥം പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ മഴവില്ലിലെ 7 വർണ്ണങ്ങളെയാണ്. കുതിരകളാണെങ്കിൽ 7 ദിവസങ്ങളെ, അതായത് 7 കുതിരകൾ 7 ദിവസങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആദിവാരം അല്ലെങ്കിൽ ഞായറാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളെ. പിന്നെ ആണെങ്കിൽ ഈ രഥത്തിന് 12 വീലുകളാണുള്ളത്. അത് 12 രാശികളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ 365 ദിവസങ്ങളാകുമ്പോൾ ഒരു സംവത്സരമാകും. അതായത് ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസം വരെ, അവസാനം വരെ, അങ്ങനെ ഒരു സംവത്സരം. നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് നല്ലോണം കാണാൻ പറ്റും. ഇപ്പോൾ ഇനി സൂര്യഭഗവാൻ അങ്ങ് തെക്ക് നിന്നും വടക്കോട്ട് സഞ്ചരിക്കുന്നതായിട്ട്, അതായത് ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ സൂര്യഭഗവാൻ ഇങ്ങനെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇത് പീഠഭൂമിയല്ലേ, അതുകൊണ്ട്
നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ പറ്റുകയില്ല. ഒരിച്ചിരി സ്ഥലമല്ലേ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 20 കിലോമീറ്റർ ദൂരെയൊക്കെ വേണമെങ്കിൽ കാണാൻ പറ്റും ചില സ്ഥലങ്ങളിൽ. അങ്ങനെയാണ്, പരന്നങ്ങ് കിടക്കുകയാണ്. വെച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭഗവാൻ തന്നെയാണ് സൂര്യഭഗവാൻ. നമുക്ക് കണ്ണുകൊണ്ട് കാണാനും കഴിയുമല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നല്ല സമയത്തൊക്കെ ആണെങ്കിൽ വെയിൽ മാറിയിട്ടൊരു മേഘം വന്ന് മൂടുന്നത് പോലെയൊക്കെ തോന്നുമായിരുന്നു. ഇപ്പോൾ അത്ര നല്ല സമയമല്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും അനുഭവപ്പെടുന്നില്ല. ഭഗവാനില്ലാതെ ഈ ഭൂമിയിൽ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദിവ്യത്വം നമുക്ക് മനസ്സിലാക്കാമല്ലോ. നിരീശ്വരവാദികൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊക്കെ കുറേ സത്യങ്ങളുണ്ട്. എപ്പോഴും ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ഐശ്വര്യം വരാൻ, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാതെ നമ്മൾ സ്നേഹിക്കാമല്ലോ ഭഗവാനെ. നമുക്ക് സ്നേഹിക്കാം. അങ്ങനെ സ്നേഹിച്ചാൽ ആ സൂര്യഭഗവാൻ നമ്മളോട് വളരെ സ്നേഹത്തോടെ തിരിച്ച് പെരുമാറും.